പക്ഷേ ഏതെങ്കിലും ഒരു വലിയ നേതാവിൻ്റെ പിന്തുണയില്ലാതെ, സഹകരണമില്ലാതെ, ദൈവതുല്യനായിട്ടുള്ള ഒരാളുടെ മേൽനോട്ടത്തിൽ തന്നെയല്ലേ ഈ ഒരു കൊള്ള, ഏത് കൊള്ള, അയോധ്യയിൽ നടന്ന രാമൻ്റെ സ്വർണം കട്ട കൊള്ള നടന്നിട്ടുണ്ടാവുക? ആരാണ് ആ ദൈവതുല്യനായിട്ടുള്ള ആൾ? ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ പ്രതികരണമൊക്കെ ഇപ്പം പറയുന്നത് കുറേ വിഡ്ഢിത്തരകരമായിട്ടുള്ള കുറേ പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. ചോദ്യം ചെയ്യുന്നവർ ആരാണ് കട്ടത്, ഇത് കക്കുന്നത് എവിടത്തേക്കാണ് കൊണ്ടുപോയത്, ഇത്തരത്തിൽ ചോദ്യം ചോദിക്കുന്ന ആളുകൾ രാമവിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു, സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മളതിൻ്റെ അകത്ത് തിരിച്ചറിയേണ്ട കാര്യം കേരളമല്ല ഉത്തരേന്ത്യ എന്നുള്ള. കേരളത്തിൽ നമ്മൾ കളവ് നടന്ന സമയത്ത് കേരളം ഒട്ടാകെ ഉയർന്ന ഒരു മുദ്രാവാക്യമുണ്ട്: സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. അത് സഹാക്കൾ പോലും ഏറ്റുവിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം ആ സ്വർണ്ണക്കള്ളക്ക് എതിരായ ഒരു പ്രതികരണ മനസ്സ് കേരളത്തിനകത്തുണ്ട് എന്നുള്ളതാണ്. ഉത്തരേന്ത്യയിൽ പക്ഷേ അങ്ങനെയല്ല. ഉത്തരേന്ത്യയിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ഇതിനകം ആർത്തട്ടഹസിക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കേണ്ടതാണ്. അയോധ്യ കൊള്ളയടിച്ചത് ആരാണ്? VHP ആണ് ശ്രീരാമ എന്നെങ്കിലും വിളിക്കാനായിട്ട് ധൈര്യമുള്ള കോൺഗ്രസ്സുകാർ, അല്ലെങ്കിൽ ഈ സാമാജ്യവാദി പാർട്ടിക്കാരോ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ രാമഭക്തർക്ക് ചെയ്യാലോ. ഇപ്പം ഹനുമാൻ സേനയും പിന്നെ മറ്റു കുറെ സേനകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ചെയ്യാലോ. വീരശൂര പരാക്രമികളാണ് അവര് ചെയ്യേണ്ടതാണ്. എവിടെ പോയി ഈ വീര്യം? അവരുടെ വീര്യം എവിടെ പോയി എന്ന് ചോദിച്ചാൽ, ഇവരൊക്കെ ശബ്ദിക്കണമെങ്കിൽ അവരുടെ നേതാവ് ശബ്ദിക്കണം. കാരണം ഇതൊക്കെ അടിമകളാണ്. ശരിയാണ്. അപ്പോൾ അടിമകൾക്ക് ശബ്ദം കൊടുക്കണമെങ്കിൽ നേതാവിൻ്റെ അല്ലെങ്കിൽ രാജകീയമായ പ്രൗഢിയുടെ ദൈവതുല്യമായ ഒരു വ്യക്തി എന്ന് സൂചിപ്പിച്ചതുപോലെയുള്ള ആരെങ്കിലും കയറി അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ മാത്രമാണ്, അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ മാത്രമാണ് ഈ ശ്രീരാമസേന, അങ്ങനെ ഒരു സേനയുണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളായിരുന്നു? നമ്മളീ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കാനായിട്ട് പറ്റുമായിരിക്കും. ശരിക്കും അവരിപ്പോൾ ഇങ്ങനെ സ്തംഭിച്ചു നിൽക്കുകയും അവർ സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ യോഗി ഇങ്ങനെ സംസാരിക്കുന്നതെന്നാണ് മനസ്സിലാക്കി. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ് ശ്രീരാമ ക്ഷേത്രവും അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലാണ്. എന്നിട്ട് അവിടെ ഇത്രയും വലിയ കൊള്ള, 200 കോടി മുതൽ 1200 കോടി രൂപ വരെ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ SITയുടെ പ്രാഥമിക അന്വേഷണത്തിൽ അവർ വ്യക്തമാക്കി. ഇങ്ങനെ അത് വ്യക്തമാക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് തന്നെ BJPയുടെ നേതാവ് നരേന്ദ്രമോദിക്ക് കത്തെഴുതുന്നതിൻ്റെ ഫലമായി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനെ അവിടെ അന്വേഷണത്തിന് വിട്ടതിന് ശേഷമാണ് അത് പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വന്നിട്ട് ആദ്യം സംഭവിച്ചതെന്നാണ്, ട്രസ്റ്റിൻ്റെ പ്രമുഖരായിട്ടുള്ള പലരെയും പോലീസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. VHPയുടെ ഉപാധ്യക്ഷൻ അദ്ദേഹം ആണ് ഇപ്പോൾ രാജിവെച്ചുവെന്നും രാജിവെച്ചില്ല എന്നും പറയുന്ന അവസ്ഥയിലിരിക്കുന്നത്. അവരുടെ കയ്യിലാണ് കൊള്ള മുഴുവൻ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ VHP, വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെയാണ് രാമനെ കൊള്ളയടിച്ചതെന്ന് വരികയാണ് ചെയ്തിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് രാമനെ കൊള്ളയടിച്ചാൽ പിന്നെ വിശ്വാസികൾക്ക് എന്ത് വിശ്വാസമാണ് വെച്ച് പുലർത്താനായിട്ട് പറ്റുന്നത്? വളരെ ഗുരുതരമായൊരു ചോദ്യമാണ് അവരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇത് ഒരു സാമ്പത്തിക കുറ്റവാളിത്വം മാത്രമല്ല, അല്ലെങ്കിൽ സാമ്പത്തിക കുറ്റകൃത്യം മാത്രമല്ല, ഇതൊരു വിശ്വാസത്തെ മുഴുവനുമായിട്ട് കൊള്ളയടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വാസികളെ ഇനി അവരെ ജീവിക്കാൻ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. ശബരിമലയെ കൊള്ളയിലും സംഭവിച്ച പ്രശ്നം അത് തന്നെയാണ്. ശബരിമലയിൽ നിന്ന് സ്വർണം പോലല്ല പ്രശ്നം. ശബരിമലയിലെ അയ്യപ്പൻ എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സർവശക്തനും സർവവ്യാപിയും ഒക്കെയായ ഒരു ദൈവപ്രതീകമാണ്. അതുകൊണ്ടാണ് അയ്യപ്പനെ തൊട്ടാൽ നിന്റെ പണി തീരും എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് മുരാരി ബാബു ക്യാൻസർ വന്ന് മരിച്ചപ്പോൾ ഇത് അയ്യപ്പനെ മോഷ്ടിച്ചതുകൊണ്ടാണ് നീ ഇത്ര വേഗം ക്യാൻസർ വന്ന് തട്ടിപ്പോയതെന്ന് ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്.
ഇപ്പോൾ രാമനെ തൊട്ടാൽ എന്തായിരിക്കണം സംഭവിക്കുക? രാമനെ തൊട്ടാൽ അവനൊക്കെ പൊട്ടിത്തെറിക്കണം, അവൻ്റെ നിറനില പൊട്ടിത്തെറിക്കും എന്നാണ് വിശ്വാസികൾ കരുതുന്നത്. ആ വിശ്വാസികളാണ് ഇപ്പോൾ ശബ്ദിക്കാതിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ ശബ്ദിക്കുന്നില്ല? ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷനും അതേപോലെ തന്നെ മറ്റ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെ ഈ കളവിൽ പങ്കാളികളാണ് എന്ന് കാര്യങ്ങൾ പുറത്തു വന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് അവർ നമുക്ക് ഇങ്ങനെ വിചാരിക്കാം, കുറേ സഹാക്കളാണ് ഇതൊക്കെ അവിടെ നിന്ന് കട്ടുകൊണ്ടുപോയെന്ന് വിചാരിക്കാം. അങ്ങനെ ഉത്തരേന്ത്യ ഇവന്മാർ കത്തിക്കുമായിരുന്നില്ലേ? സഹാക്കളെന്ന് തന്നെ പറയാമെന്ന്. അവരാണ് കട്ടുകൊണ്ടുപോയിരുന്നെങ്കിൽ ഉത്തരേന്ത്യ അവർ കത്തിച്ചാന്, കേരളത്തിലും പല സ്ഥലത്തും കത്തിക്കലും നടന്നേനെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കളവല്ല ഇവർക്ക് പ്രശ്നം, കളവല്ല പ്രശ്നം. പകരം എന്താണ്? ഇവരുടെ ഒരു അന്ധമായ രാഷ്ട്രീയ വിശ്വാസം മാത്രം. ഇവരുടെ അന്ധമായ രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവരോരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അന്ധമായ രാഷ്ട്രീയ വിശ്വാസമാണ് ഇവരെ എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഉന്മൂലനം ചെയ്യുന്നതിനും വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ കണ്ട ബാബറി മസ്ജിദ് പൊളിക്കുന്ന ദൃശ്യം നമ്മളുടെ കണ്ണിൽ വരുന്ന സമയത്ത് കാണുന്നത് എന്തുമാത്രം ഭ്രാന്തമായ ആവേശത്തോടു കൂടിയാണ് അവർ അത് കുത്തിപ്പൊളിക്കുന്നത്. അങ്ങനെ പൊളിച്ച ആളുകൾ അവർ പണിത ക്ഷേത്രത്തിൽ നിന്ന് വൻ മോഷണം നടത്തി കഴിഞ്ഞിട്ട് ആ മോഷ്ടാക്കൾക്കെതിരെ അവരുടെ ചൂണ്ടുവിരൽ പോലും അലങ്ങുന്നില്ല എങ്കിൽ എന്താണ് അവൻ്റെയൊക്കെ മനസ്സിനകത്തുള്ള ആരാണ്, എന്താണ് അവൻ്റെ വിശ്വാസം എന്ന് പറയും. അപ്പോൾ വലിയ തരത്തിൽ വിശ്വാസത്തെ ചോദ്യം ചെയ്ത, വലിയ തരത്തിൽ ധാർമ്മികതയെ തകർത്തെറിഞ്ഞ ഈ പ്രക്രിയ എന്ന് പറയുന്നത് കുറച്ച് നാളുകൾ കഴിയുമ്പോഴെങ്കിലും BJPക്ക് വലിയ തരത്തിൽ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഈ പ്രത്യാഘാതം ഉണ്ടാവണമെങ്കിൽ എന്തു വേണം? എതിരാളികൾ അതിനനുസരിച്ച് ഉയരണം. കോൺഗ്രസ്സിന് യാതൊരു കഴിവുമില്ല, അത് നശിച്ച് തകർന്ന് ജീർണിച്ച് കിടക്കുകയാണ്, സബ്സിഡി ചെയ്യാൻ പോലും പറ്റുന്നില്ല അവർക്ക്. അതല്ലെങ്കിൽ ഈ ഒറ്റ വിഷയത്തിൽ തന്നെ അവർക്ക് ഇതെല്ലാം ആളിക്കത്തിക്കാമായിരുന്നു. എന്താണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്? കോടിക്കണക്കിന് രൂപ കൊടുത്ത് പല പാർട്ടിയുടെയും പേരിൽ ജയിച്ചു വന്നിരിക്കുന്നതായിട്ടുള്ള MP മുഴുവൻ ഇവന്റെ പോക്കറ്റിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രമാത്രം അധർമ്മികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പാളയത്തിൽ നടന്ന ഈ അധാർമികതയും മോഷണവും ഒന്നും പ്രശ്നമല്ല എന്ന് വരും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും അസംബന്ധം പറയാനായിട്ട് യോഗി ആദിത്യനാഥ് കഴിഞ്ഞിരിക്കുന്നത്. എവരുടെ ആളുകൾ അല്ലെങ്കിൽ BHPയുടെ ആളുകൾ, വിശ്വ ഹിന്ദു പരിഷത്തുകാർ കളവ് നടത്തി മോഷണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകൾ സനാതന ധർമ്മത്തെ മുറിവേൽപ്പിക്കുകയാണ് എന്ന് പറയാനായിട്ട് ഇവന് നാണമുണ്ടോ എന്നുള്ളതാണ്. ഒരു നാണം അയാൾക്കില്ല. അതുകൊണ്ടാണ് അയാൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വിശ്വാസികളെ യഥാർത്ഥത്തിൽ പറ്റിച്ചത് ഇവരെ കട്ടവരല്ലേ? ചോദ്യം ചോദിക്കുന്നവരാണ് കട്ടവരല്ലേ പറ്റിച്ചത്. അവരൊക്കെതിരെയല്ലേ സംസാരിക്കേണ്ടത്? അതിന് പകരം കട്ടവനെതിരെ സംസാരിക്കുന്നവൻ്റെ നേൽ കുതിര കയറാൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഭക്ഷണത്തിനാണ് ശരി. അല്ല, BHP നേതാവിന്റെ ഈ ചമ്പത്തറായിയുടെ അറ്റ്ലീസ്റ്റ് ഇതിൽ അറസ്റ്റിലാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇവർക്കെതിരെ തെരുവിൽ ഒരു പ്രതിഷേധം നയിക്കാനായിട്ട് ഈ രാമഭക്തർക്ക് ജയ് ശ്രീറാം ജയ് ശ്രീറാം എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്യാൻ പറ്റുമോ? അല്ല, അവരെ ചെയ്യണം. ഞാൻ പറഞ്ഞത് അയോധ്യയുടെ തെരുവീതികളിൽ മുഴുവനും മുഴങ്ങേണ്ട മുദ്രാവാക്യം ഈ സമയത്ത് എന്താണ്? ജയ് ശ്രീറാം എന്ന് തന്നെയാണ്. ജയ് ശ്രീറാം എന്ന് മുഴക്കുകയും അതോടൊപ്പം തന്നെ ആ കട്ടവന്, കള്ളന്മാർക്ക് കൂട്ടുകുന്നവരെ മുഴുവനും ശരിപ്പെടുത്താനായിട്ടുള്ളൊരു ആർജവം അവർ കാണിക്കുന്നു. അതില്ലല്ലോ, അതൊരിക്കലും സംഭവിക്കുന്നില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഏത് തരത്തിലുള്ള മനോനിലകളാണ് ഇവർക്കുള്ളത്, എന്ത് യുക്തിയാണ് ഇവർക്കുള്ളത്? ഇതിനാരും ന്യായീകരിക്കില്ല. ഒന്നാമത്തെ കാര്യം, അതായത് രാമൻ വെറും ഒരു കമ്പോളച്ചരക്ക് മാത്രമാണ്. രാമൻ കമ്പോളച്ചരക്ക് മാത്രമാണ്. മാത്രമല്ല, അധികാരം പിടിക്കാനായിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതവർ തെളിയിച്ച് ചെയ്യുക. രാമൻ ഒരു ടൂളാണ്, ഒരു ഉപകരണം. അത് അധികാരം പിടിക്കാൻ വേണ്ടി മാത്രമേ. മൂല്യങ്ങളെ ഒന്നും ഹൃദയത്തിൽ ആരും ഉൾക്കൊള്ളുന്നില്ല, ഒന്നില്ല. മര്യാദരാമൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ രാമസങ്കല്പം എന്ന് പറയുന്നത്, രാമരാജ്യസങ്കല്പം എന്നൊക്കെ പറയുന്നത് അന്ന് ഇവന് പ്രശ്നമല്ല. അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാമനെ ഉപയോഗിച്ച് എങ്ങനെ അധികാരം പിടിക്കാം. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നത്, എന്നിട്ട് ഈ കള്ളന്മാരാണ് യഥാർത്ഥത്തിൽ എന്നിട്ട് ഗാന്ധിയെ ചീത്ത വിളിക്കാൻ ഇറങ്ങുന്നത്. ഗാന്ധി എവിടെ കിടക്കുന്നു, ഇവരെവിടെ കിടക്കുന്നു? എന്തൊരു തമാശയാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പൊ ഗാന്ധിയെ പോലെ തൻ്റെ ജീവിതം കൊണ്ട് ഒരു മാതൃക നിർമ്മിച്ച മനുഷ്യൻ, മാതൃക രാമനാണ് ശരിക്കും ഗാന്ധി. ആ ഗാന്ധിയെ നിരന്തരമായിട്ട് ഭർഷിക്കുക.
ഗാന്ധിയെ കൊന്നവൻ അവന് ക്ഷേത്രം പണിയുക. ഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയെ നശിപ്പിക്കാൻ നടന്നവനാണെന്ന് പ്രഖ്യാപിക്കുക. ഇതൊക്കെ ഇവരുടെ വികൃതകൾ, വളരെ വികൃതമായ ലീലാവിലാസങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത് ആരാണ് ചർച്ച ചെയ്യുന്നത്? കേരളത്തിൽ നമുക്കിങ്ങനെയൊക്കെ ഇരുന്ന് ഈ ചർച്ചകളൊക്കെ നടത്താം. കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭൂമിക വേറെയാണ് എന്നുള്ളതിൻ്റെ പേരിലാണ് നമുക്കിവരെ ചീത്ത വിളിക്കാൻ പറ്റും. അയ്യപ്പൻ്റെ സ്വർണം കട്ടുകൊണ്ടുപോയ സഹാക്കളെയും ചീത്ത വിളിക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ഉത്തരേന്ത്യയിൽ ഇവരാരും ഇങ്ങനെ ഒന്നും സംസാരിക്കുന്നത് ഞാൻ കണക്കാക്കുന്നില്ല. എന്തായാലും പാവപ്പെട്ട കുറേ അധികം രാമഭക്തർ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. അല്ല, രാമഭക്തനാണെന്ന് അവരെങ്ങനെ ഉറപ്പുവരുത്തണേ? അവൻ രാമഭക്തനാണെങ്കിൽ ഈ സമയത്ത് അവൻ കുഴപ്പമുണ്ടാക്കണ്ടേ? തീർച്ചയായിട്ടും പൊട്ടിത്തെറിക്കണ്ടേ? പൊട്ടിത്തെറിക്കേണ്ട സമയമല്ലേ?